ഒരു ചാർട്ട് ഞാൻ തയ്യാറാക്കി തന്നിട്ടുണ്ടല്ലോ, അതനുസരിച്ച് വേണം പോവാൻ. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഇങ്ങനെ ജീവിച്ചു പോവാൻ എനിക്ക് പറ്റില്ല. പുതിയൊരു കരുനീക്കം മഹാലക്ഷ്മി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയിൽ നമ്മുടെ മഹാലക്ഷ്മി ഒരു ലിസ്റ്റ് തയ്യാറാക്കി നമ്മുടെ കരുണയ്ക്ക് കൊടുക്കുകയാണ്. എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഈ ലിസ്റ്റിലുള്ളത് പോലെ കൃത്യമായിട്ട് നീ ചെയ്തോളണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ അറിയും എന്ന് പറയുകയാണ്. ശേഷം നമ്മുടെ മഹാലക്ഷ്മി വാമദേവനെ കണ്ടിട്ട് പറയുന്നുണ്ട്, വേണമെങ്കിൽ ഞങ്ങൾക്ക് അയാളെ പ്രതാപനെ പോലീസിൽ ഏൽപ്പിക്കാറുണ്ട്, പക്ഷേ അയാൾക്ക് ഈ ശിക്ഷയാണ് നല്ലത്. അയാളുടെ കൺമുന്നിൽ അയാളുടെ മകൾ കഷ്ടപ്പെടുന്നത് കാണണം, അതാണ് കണ്ണേട്ടം വിധിച്ച അയാളുടെ ശിക്ഷ എന്ന് പറയുകയാണ്. അപ്പുറത്ത് നമ്മുടെ പ്രതാപനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാട്ടെ വാമദേവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ശിക്ഷ അനുഭവിക്കണം, അതിനി അവളെ കൊന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നും പറഞ്ഞ് നമ്മുടെ പ്രതാപൻ രണ്ടും കൽപ്പിച്ചാണേ. പിന്നീട് ഒരു പുതിയ അതിഥി, അതായത് സ്വാമിയുടെ വേഷമൊക്കെ കെട്ടിയ ഒരു പുതിയ അതിഥി കാല് കുത്തുന്നതും കാണുന്നുണ്ട് കേട്ടോ. ഇനി ആരായിരിക്കും അതല്ലേ? നമ്മുടെ കരുണയ്ക്ക് രക്ഷകനാണോ അല്ലെങ്കിൽ ശിക്ഷകനാണോ? നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും കൂട്ടായിരിക്കുമോ അല്ലെങ്കിൽ ശത്രു ആയിരിക്കുമോ? അങ്ങനെ പല ചോദ്യങ്ങളാട്ടോ. എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.